ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉഴുന്ന് വേണ്ട, മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട, വെറും 5 മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശ റെഡിയാക്കി എടുക്കാം. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ചപ്പാത്തി പരത്താനും കുഴക്കാനൊന്നും നിൽക്കില്ല. പിന്നെ നിങ്ങൾ എന്നും ഈ ദോശ തന്നെ ഉണ്ടാക്കിയെടുക്കും. ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഗോതമ്പ് ദോശയും ടൊമാറ്റോ ചട്നിയും എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ആദ്യം തന്നെ ഗോതമ്പ് ദോശ റെഡിയാക്കി എടുക്കാനായിട്ട് 250 ml കപ്പിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ വീട്ടിൽ പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ദോശ ഉണ്ടാക്കാനായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടലമാവും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. നമ്മുടെ ദോശ നല്ല ബ്രൗൺ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയും കടലമാവും ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. 2 കപ്പ് വെള്ളവും ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കാതെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ മാവ് മിക്സ് ചെയ്തെടുക്കുക. ചില ഗോതമ്പ് പൊടിക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ പൊടിയിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ മാവ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ ആ കട്ടകളൊക്കെ പോയി കിട്ടും. അപ്പോൾ ഞാൻ ഈ മാവ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മാവ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മാവ് ഒരൊറ്റ മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ മാവൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഈ സെയിം പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളവും ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഈ മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടല്ല, ഈ ഒരു ലൂസിൽ വേണം കേട്ടോ നമ്മുടെ മാവ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ദോശയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ദോശ ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ദോശ ചുട്ടെടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചട്നി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കടലപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഉഴുന്ന് പരിപ്പും ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും 1 സവാള കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും 2 തക്കാളി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയും സവാളയൊക്കെ നല്ലതുപോലെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ തക്കാളിയുടെ തൊലിയൊക്കെ ഇതുപോലെ എടുത്ത് മാറ്റുക. ഈ തക്കാളിയുടെ തൊലി നമുക്ക് ആവശ്യമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് കളഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ തക്കാളിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കായപ്പൊടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ പൊടികളുടെയൊക്കെ ആ റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ പൊടികളുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറി വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനീഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക.
ഈ ഒരു ടൊമാറ്റോ ചട്നി ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്കൊരു വറവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നാൽ പിന്നെ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ ചട്നിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നമ്മളിവിടെ ഗോതമ്പ് ദോശ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ മാവ് ഒരു 1 അവറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ മാവ് കൊണ്ട് ദോശ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ദോശ ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വളരെ തിന്നായിട്ട് തന്നെ ഇത് പരത്തിയെടുക്കുക. നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് പരത്തിയെടുക്കുമ്പോൾ പാനിന് ഒരു മീഡിയം ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ. എന്നാലേ നമുക്ക് പൊട്ടിപ്പോവാതെ ഇതുപോലെ പെർഫെക്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ദോശയുടെ മുകൾ ഭാഗം വലിഞ്ഞ് വന്നാൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ദോശക്ക് നല്ലൊരു ടേസ്റ്റുമാണ്. ഈ ദോശ പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഈ ദോശ നല്ലതുപോലെ ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു ഗീ റോസ്റ്റാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കുക. പൊതുവെ എല്ലാവരും പറയും ഗോതമ്പ് ദോശ ഒട്ടിപ്പിടിക്കും, ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ. ഗോതമ്പ് ദോശ ടേസ്റ്റ് ഇല്ലായല്ല, അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതി ശരിയല്ലാഞ്ഞിട്ടാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു രീതിയിൽ ദോശ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ചപ്പാത്തി പരത്താനും കുഴക്കാനൊന്നും നിൽക്കില്ല. എന്നും ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഷുഗർ പേഷ്യൻസിനൊക്കെ ഇതിൽ പഞ്ചസാര ചേർക്കാതെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ ദോശ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഗോതമ്പ് ദോശയാണിത്. നിങ്ങൾ ഇതുപോലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.